ഹലോ അസ്സലാമു അലൈക്കും. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ആംഗ്ലെറ്റ് തന്നെയാണ് കേട്ടോ. അതിന് ഞാൻ ആംഗ്ലെറ്റിൻ്റെ ബീഡ്സ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ചെറിയ ഹുക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഈ ഒരു ഐപ്പിന്നാണ് കേട്ടോ. ഐപ്പിൻ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സിൽവർ ബോൾസ് എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ ചേഞ്ചസ് ഒക്കെ വരുത്താം, നിങ്ങൾക്ക് ഗോൾഡൻ ബോൾസ് ഒക്കെ ആക്കി എടുക്കാം കേട്ടോ. ഈ ഒരു ഐപ്പിന് നമുക്ക് പല സൈസിലും കിട്ടും. ഇത് ഭയങ്കര സൈസുള്ളതാണ്. നമുക്കാണെങ്കിൽ ഈ ഒരു സൈസിൽ വെച്ചിട്ട് ഉണ്ടാക്കാം, അതുപോലെ തന്നെ നമുക്ക് ചെറിയ സൈസ് വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഞാനിവിടെ ഉണ്ടാക്കുന്ന ഐപ്പിന് കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ട് ഇത്ര ലെങ്ത്തിൽ ഉണ്ടാക്കുന്നില്ല കേട്ടോ. ഇനിയിപ്പം നമ്മൾ ലെങ്ത് ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾ കട്ട് ചെയ്യാതെ ഉണ്ടാക്കുകയാണെങ്കിലും കുഴപ്പമില്ല, ഇതുപോലെ ചെയ്താൽ മതി. നമുക്ക് കുറച്ച് ലെങ്ത് ആകുന്ന സമയത്ത് എന്താക്കുക, ഒരുപാട് ബീഡ്സ് ഇട്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ ആദ്യം ഒരു സിൽവർ ഇട്ട്, പിന്നെ ഒരു ആംഗ്ലെറ്റിൻ്റെ ബീഡ് ഇട്ട്, വീണ്ടും സിൽവർ ഇട്ട്, വീണ്ടും ഒരു ആംഗ്ലെറ്റിൻ്റെ ബീഡ്, വീണ്ടും സിൽവർ ഇട്ട്, അങ്ങനെ ആൾട്ടർനേറ്റീവ് ആയിട്ടാണ് ഞാൻ ഇടുന്നത്. ഈ ഒരു ലെങ്തി ആയിട്ട് ഫുൾ ലെങ്തി ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഇവിടെ ഞാൻ എടുക്കുന്നത് ഈ ഒരു ഐപ്പിന്നിൻ്റെ ഹാഫ് ലെങ്ത് എടുക്കുന്നുള്ളൂ കേട്ടോ. ഓവർ ലെങ്ത് വേണ്ട, അതിൻ്റെ ഒരു ഏകദേശം ഒരു ഹാഫായിട്ട്. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം ഒരു സിൽവർ, പിന്നെ ഒരു ആംഗ്ലെറ്റിൻ്റെ ബീഡ്, വീണ്ടും ഒരു സിൽവർ, ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഒരു നോസ് പ്ലെയർ എടുത്തിട്ട് ഇതിൻ്റെ എൻഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കാം. മടക്കി കൊടുത്ത് കംപ്ലീറ്റ് മടക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, നമുക്കൊരു ഐപ്പിൻ എടുക്കുക. ഐപ്പിൻ അതിലേക്ക് ചേർത്ത് കോർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ അതിൻ്റെ ഹോൾ വെച്ചിട്ട് കോർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അത് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഇതുപോലെ എന്ത് ചെയ്യുക, അടുത്ത ഈ ഒരു ഐപ്പിന്നിലേക്കും കൂടെ നമ്മൾ ഇതുപോലെ തന്നെ കോർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കോർത്ത് കൊടുക്കുക. ഇനി വീണ്ടും നമുക്ക് എന്ത് ചെയ്യുക, ഒരു നോസ് പ്ലെയർ വെച്ചിട്ട് അവിടെ നേരത്തെ ചെയ്തതുപോലെ തന്നെ കുറച്ചൊന്ന് ടൈറ്റ് ചെയ്യുക. ഫുള്ള് ടൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, അടുത്ത ഐപ്പിനൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. ഇതുപോലെ തന്നെ നമുക്ക് വേണ്ട എത്രയാണോ അതിനനുസരിച്ച് ആ ഒരു ലെങ്ത്ത് അനുസരിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് എനിക്ക് വേണ്ടത്ര ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ വേണമെങ്കിൽ ഹാങ്ങിങ്സ് ഒക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കട്ടെ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ ഹാങ്ങിങ്സ് കൊടുക്കണമെങ്കിൽ കൊടുക്കുക. ഞാനിതാ ഇനി ഹുക്ക് കൊളുത്തി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഹുക്ക് കൊളുത്തി കൊടുക്കുക. എൻ്റെ കയ്യിൽ ആംഗ്ലെറ്റിൻ്റെ ആയിട്ടുള്ള ഈ ഒരു ഹുക്ക് ഉണ്ടായതുകൊണ്ട് ഞാനിത് യൂസ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആംഗ്ലെറ്റ് റെഡി ആയിട്ട്